ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. എല്ലാവരും എന്തെടുക്കുകയാണ്? അപ്പം ഞാൻ ഉച്ചയ്ക്കാണ് ഇൻട്രോ എടുക്കുന്നത്. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇന്ന് സൺഡേ ആണ്. ചുമ പിടിച്ചിട്ട് പനിയും ചുമയൊന്നും പിടിച്ചിട്ട് കുറവില്ല കേട്ടോ. തൊണ്ട ഇങ്ങനെ കുരൂരാ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ചയൊക്കെ കല്യാണവും പാല് കാച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് രണ്ടാഴ്ചയായി. അപ്പോൾ വീണ്ടും പോകാൻ പറ്റുമോ? പൈസ ചിലവല്ലേ. എപ്പോഴും മാസത്തിൽ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റുമോ? അപ്പം നമുക്ക് 1-2 കല്യാണങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അത് വേണ്ടപ്പെട്ട കല്യാണം തന്നെയാണ്. കല്യാണം വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി നമ്മളെ വീട്ടിലെ പരീക്ഷണങ്ങളൊന്ന് നടത്താമെന്ന് കരുതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരീക്ഷണങ്ങളൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത്. ഇപ്പം നിങ്ങളെ മുന്നിൽ നമ്മളൊന്നും പിന്നീട് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചില പൊടിക്കൈകൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്കും കൂടെ ഒന്ന് പ്രയോജനമാകുകയാണെങ്കിൽ ആകട്ടെ. നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പൊടിക്കൈകൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ചേച്ചി കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, മുടി ഡൈ ചെയ്യുന്നതിൻ്റെ. അതിനുശേഷം ഞാൻ ഇതുവരെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്യണം. അപ്പോൾ അത് ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറൊരു പരീക്ഷണം നടത്തണം. അപ്പോൾ ആ പരീക്ഷണം ചേച്ചി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് അത് ചെയ്യുകയുള്ളൂ. അന്ന് ഞാൻ ഡൈ അടിച്ചതിന് ശേഷം പിന്നെ അടിച്ചില്ല. ഇടയ്ക്ക് കല്യാണം വന്നല്ലോ, അപ്പോഴും ഡൈ ചെയ്തപ്പോഴാണ് ചേച്ചി നിങ്ങളെ മുന്നിൽ അത് കാണിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്, നമുക്ക് എന്നും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നമുക്ക് കല്യാണം വരുന്നുണ്ട്. അടുത്ത ആഴ്ച കല്യാണം. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ 28-ാം തീയതിയാണ്. 2-ാം തീയതി കല്യാണം, 5-ാം തീയതി കല്യാണം, പിന്നെ നാളെ വേറൊരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ കരുതി ചേച്ചിയുടെ ഫേസിലൊന്ന് ചെയ്യുന്ന ഒരു വലിയ ഇതല്ല കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിൽ വേറെ പൈസ ചിലവൊന്നുമില്ല. വേറെ ഒരു ഇതുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരിത് ചേച്ചി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ സംഭവം എന്നുള്ളത് എടുത്തിട്ട് വരട്ടെ. എടുക്കുന്നതിന് മുമ്പെയാണ് നിങ്ങളായിട്ടൊന്ന് സംസാരിച്ചത്. അപ്പോൾ ചേച്ചി അത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടേ. നമ്മൾ തക്കാളിയാണേ, നല്ല പഴുത്തിട്ടില്ല, പഴുത്തത് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ അതിനൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നതിനെ നമുക്ക് മുഖത്ത് തേക്കാൻ രീതിക്കൊന്ന് എടുക്കാം. ഞാനതിനൊന്ന് മുഖത്ത് തേക്കുന്ന രീതിക്കൊന്ന് എടുത്തിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് ഞെക്കി കൊടുക്കാം. അപ്പോൾ ഇതെടുത്തിട്ടുണ്ടേ. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ ലൈറ്റൊക്കെ ഇടണം. അപ്പോൾ ഞാൻ ഒന്നും എടുത്തിട്ടില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കറക്റ്റ് നമ്മളെ ഫേസ് നിങ്ങളൊന്ന് കാണാൻ രീതിക്ക് ചേച്ചി ഇതൊന്നും അപ്ലൈ ചെയ്യട്ടെ. തുണിയും കൂടെ എടുത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ നമ്മളെ നൈറ്റിയിലൊക്കെ ആവും. ചേച്ചി ഇതൊന്ന് തേക്കണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ്. നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി നമ്മളൊന്ന്
ഒളിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊന്ന് പ്രയോജനപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി. എന്തായാലും ഒരു 2-3 മിനിറ്റ് ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കണേ. ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പലരും പല ഇതൊക്കെ ചേർക്കുക. പഞ്ചസാര വെച്ച് സ്ക്രബ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, കാപ്പിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്യുന്നവരുണ്ട്. ചേച്ചി ഇതൊന്നും എടുത്തിട്ടില്ല. ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രം എടുത്തിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. പകുതി മതി തന്നെ. ഇത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു തക്കാളി കൊണ്ടുള്ള വേറൊരു ഇതും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ചേച്ചി എടുത്ത തക്കാളിക്ക് ഇച്ചിരി നന്നായിട്ട് പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഇച്ചിരി ചാറ് കുറവായിരുന്നു. പെട്ടെന്ന് ഞാൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണേ. അങ്ങനെ ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു. ഇരുന്ന തക്കാളി വെച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല കേട്ടോ, ഇനി ഇത് 2-3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. നമ്മളെ കല്യാണം വരെ ഒന്ന് ചെയ്താലേ, നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്താലൊന്നും ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ കല്യാണത്തിനൊരു 4-5 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അത് ചേച്ചി എന്തായാലും ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. മൊത്തത്തിൽ തേച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ചേച്ചി തക്കാളി വെച്ച് ഒരു 2-3 മിനിറ്റ് പകുതി തക്കാളി വെച്ച് നന്നായിട്ട് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, വെറും തക്കാളി വെച്ച് മാത്രം ഒന്ന് മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. മസാജ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പകുതി തക്കാളി ഇരിപ്പുണ്ട്. ഇതിനെ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. പേസ്റ്റാക്കി കൊണ്ടുവന്നതിന് ശേഷം അതിൽ എന്താണ് ചേർക്കണമെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ചേച്ചി ഇത് ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് മുഖം കഴുകി കളയുക. 15 മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകി കളഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്കും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് അപ്പോഴും കാണാം. ചേച്ചി മുഖത്ത് അപ്ലൈ ചെയ്തിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് ഞാൻ തോണ്ടേ തക്കാളി മിക്സിയുടെ കാണാമോ എന്തോ, മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. ചേച്ചി മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം അറിയാൻ പറ്റണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ. തക്കാളി നമ്മളൊരു പകുതി തക്കാളി എടുത്ത് മുഖത്തൊന്ന് മസാജും അല്ല സ്ക്രബും അല്ലാത്ത രീതിക്കൊക്കെ ചേച്ചിക്ക് അറിയാവുന്നുള്ള രീതിക്ക് ചേച്ചി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് മുഖം കഴുകി വന്നിട്ടുണ്ടേ. നമ്മളെ ഫോൺ ഒരു ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അടുത്ത് മുഖത്തിടാൻ പോകുന്നത് കാണിച്ചു തരാവേ. ഇതിനിടയിൽ മുഖം കഴുകാതെ നമുക്ക് ഇടാം കേട്ടോ. നമ്മൾ തക്കാളി മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം കഴുകാതെ വേണമെങ്കിലും ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോയെന്ന് നിങ്ങളൊന്ന് കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പകുതി തക്കാളി എടുത്ത് മുഖത്ത് തേച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മുഖത്ത് തക്കാളി വെച്ച് മസാജ് ചെയ്ത് കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകി വന്നിട്ടുണ്ട്. മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നെങ്കിൽ അറിയട്ടെ എന്ന് കരുതിയാണേ. എന്നിട്ട് ചേച്ചി പകുതി തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ച്, ഇപ്പം തന്നെ അത് വെള്ളം പോലെ ഇരിക്കണേ, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ചേച്ചി ഒരു ശകലം പാലെടുത്തിട്ടുണ്ട്. പാലിപ്പോൾ പശുവും പാലില്ലാത്തത് കൊണ്ട് കവർ പാൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം ഇടാം. പാല് വേണമെങ്കിൽ പാല് ചേർക്കാം. ഇത് പല രീതിയിലും പലരും ചെയ്യും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയാണ്, ഞാനും പല പരീക്ഷണങ്ങളും നടത്തും. എന്നാലും ഞാൻ ഇപ്പം ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു കുറച്ച് പാലും കൂടി ചേച്ചി അതെടുത്തിട്ടുള്ളൂ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സാക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം
നമുക്കിതിൽ വേണമെങ്കിൽ മഞ്ഞളിടാം, അരിപ്പൊടി ഇടുന്നവരുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിക്ക്. ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളും നിങ്ങളെയൊക്കെ പോലെ യൂട്യൂബിലൊക്കെ കണ്ട് പരീക്ഷണം നടത്തുന്നതാണ്. അപ്പം നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഉപയോഗപ്രദമാണെങ്കിൽ നമ്മളെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. ചേച്ചി ഇതൊന്ന് മുഖത്ത് ചെയ്യട്ടെ. പാടൊക്കെ ഒഴിച്ചതുകൊണ്ടേ വെള്ളം പോലെ തന്നെ ഇരിക്കും. ഞാനിത് മസാജ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. പാലൊഴിച്ചതുകൊണ്ടേ ഞാനിപ്പോൾ തോർത്ത് മടിയിലിട്ടിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം നെറ്റിയിലോട്ടാകും. കണ്ണടച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ ഞാനിപ്പം കാണാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ തൊണ്ട കുരൂരാ ഊരുന്നുണ്ട്, ക്ഷമ. നമുക്ക് എന്നും വന്ന് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റൂല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. എൻ്റെ പരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം ഇന്ന് ചെയ്തെന്നും പറഞ്ഞ് നമുക്ക് ഒരിതാവില്ല. നമ്മളത് എനിക്കിപ്പോൾ കല്യാണത്തിന് ഇനി ഒരാഴ്ച വരെ ഉണ്ട്. എന്തായാലും ഞാനിത് കണ്ടിന്യൂ കല്യാണം വരെ ഒന്ന് ചെയ്യണം. ഇപ്പോഴത്തേക്കും നമ്മളെ മുഖവും ഒന്ന് തിളങ്ങും. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെ പരീക്ഷണങ്ങളാണ് നമ്മളെ മുഖത്ത് ഇങ്ങനെയൊക്കെ. കണ്ണിലോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയൊക്കെ ചെയ്യണം കേട്ടോ. ഡൈ അടിച്ചില്ല കേട്ടോ. ഡൈന് കല്യാണത്തിന് ഒരാഴ്ച ഉണ്ടല്ലോ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അടിക്കാം. എന്നൊന്നും തലയിൽ താളി തേക്കുന്നത് കാണിക്കാന്ന് കരുതിയിട്ട് പറ്റിയില്ല കേട്ടോ. പറ്റുകയാണെങ്കിൽ അതും കൂടെ കുറച്ച് ബാക്കി വന്നേ, മുഖത്തത് മതി. കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അതിനെ നമ്മളെ കയ്യിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം. വെറുതെ കളയണ്ടല്ലോ, വെറുതെ കളയണ്ടല്ലോ. കയ്യിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം. വെയിലൊക്കെ കൊള്ളുന്നതല്ലേ, നമ്മൾ വെയിലൊക്കെ കൊള്ളുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം പിന്നെ ഞാൻ കരുതി നമ്മളെ കൂട്ടുകാർക്കൊന്ന് പ്രയോജനപ്പെടുകയാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് പ്രയോജനമാവട്ടെ. ഇത് ഒരു 15 മിനിറ്റ് മുഖത്തിട്ടതിന് ശേഷം ചേച്ചി ഇപ്പം സ്ക്രബൊന്നും ഞാൻ ഒന്ന് മസാജൊന്നും ചെയ്തില്ല, വെറുതെ അതിനെ ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. തൊട്ടിങ്ങനെ അങ്ങ് ഒന്ന്. നമ്മൾ ബ്യൂട്ടീഷ്യനൊന്നും അല്ല കേട്ടോ, ബ്യൂട്ടീഷ്യനൊന്നും അല്ല. നമ്മൾ നിങ്ങളെപ്പോലെ യൂട്യൂബിൽ ഓരോന്നൊക്കെ കണ്ട് പരീക്ഷണം നടത്തുന്നവരാണ്. ആ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ഒരു ദിവസം ചെയ്തെന്നും പറഞ്ഞിട്ട് നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. തുടർച്ച നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അതിന് മടി വരും. ചില സമയത്തൊക്കെ ഒരു മടി വരും. ഇതുപോലെ എന്തെങ്കിലും കല്യാണങ്ങൾ വരുമ്പോഴത്തേക്കാണ് ചേച്ചി പിന്നെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബ്യൂട്ടി പാർലറിലൊന്നും നമ്മൾ എപ്പോഴും പോകാറില്ല. വല്ല കാലത്തും പോയാലായി. നമ്മളിതൊക്കെ തന്നെയാണ് പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ പകുതി തക്കാളി, ചെറിയ തക്കാളി എടുത്തപ്പം പകുതി ആദ്യം മുഖത്ത് ഒന്ന് മസാജ് ചെയ്ത്
പകുതി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു തുള്ളി പാലും കൂടെ ഒഴിച്ച് നിങ്ങളെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. എല്ലാവരും സ്കിന്ന് ഒരുപോലെ അല്ല, അലർജിയൊക്കെ ഉള്ളവർ കാണും. അപ്പം നിങ്ങൾ കയ്യിലൊക്കെ ഒന്ന് ആദ്യം തേച്ച് പിടിപ്പിച്ചിട്ട് ചൊറിച്ചിലൊന്നും ഇല്ലയെന്ന് ഇതായതിന് ശേഷമാണ് നമുക്ക് പിന്നെ കുഴപ്പമില്ല. നമ്മൾ നേരത്തേക്ക് അങ്ങ് ചെയ്ത് പരീക്ഷണം നടത്തിയത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടട്ടെ. നമുക്കൊരു വീഡിയോ ആവുമല്ലോ, ആവും. ഞാൻ ആദ്യം ഒന്നും കാണിക്കണ്ടെന്ന് കരുതിയിരുന്നേ. പിന്നെ കരുതി നമ്മളെന്തിനാ വിളിച്ചു വെക്കണം, നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് പ്രയോജനമാവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതി. അപ്പം ചേച്ചി അത് കയ്യിലും തേച്ച് പിടിപ്പിച്ച് മുഖത്തും തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് മുഖമെല്ലാം കഴുകി കൈയൊക്കെ കഴുകി വന്നതിന് ശേഷം കാണാം. ഞാൻ റിംഗ് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമുക്കതിൻ്റെ പവർ അറിയാൻ പറ്റില്ല. അപ്പോൾ ചേച്ചിയുടെ ആദ്യ വീഡിയോ എടുത്തപ്പോൾ ഉള്ള ഫേസും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കുള്ള ഫേസും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെ പറഞ്ഞ ചേച്ചി ചെയ്തിട്ട് മാറ്റമൊന്നുമില്ല എന്ന് ഏതും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വട്ടമൊന്നും ചെയ്താലൊന്നും നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോയതാൽ നമ്മളെ മുഖത്തിന് നല്ല മാറ്റം വരും കേട്ടോ. ഞാൻ എന്നും ചെയ്യാറില്ല, എനിക്ക് തോന്നുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 2 ദിവസം കിടക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യും. എന്തായാലും ഇത് ഒരാഴ്ച ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. ചെയ്തിട്ട് കല്യാണത്തിനൊക്കെ ഒന്ന് തിളങ്ങി പോകാമല്ലോ. ഇല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണം, അതിനൊന്നും പറ്റത്തില്ല സുഹൃത്തുക്കളെ. എന്നൊന്നും നമുക്ക് ഓടിപ്പോകാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് ചേച്ചി മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം കാണാം. അപ്പം ചേച്ചി 15 മിനിറ്റ് കഴിഞ്ഞു, മുഖമെല്ലാം ക്ലീനാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നൈറ്റിയൊക്കെ നനഞ്ഞ ഇനി നൈറ്റിയൊക്കെ മാറ്റണം. നൈറ്റി ഒന്നും മാറ്റാതെ തന്നെ വന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി നിങ്ങളെ കാണിച്ചിട്ട് പോയി മാറ്റാമെന്ന് കരുതി. അപ്പം ഞാൻ കയ്യിലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അറിയാൻ പറ്റുന്ന സുഹൃത്തുക്കളെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. എങ്ങനെയുണ്ട് ചേച്ചി? പറഞ്ഞല്ലോ ചേച്ചി ലൈറ്റ് വെട്ടോ ഒന്നും ഇട്ടിട്ടില്ല. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ അറിയട്ടെ എന്ന് കരുതി. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. മാറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ചേച്ചിക്ക് വിലപ്പെട്ടതാണ്. മോശമായാലും കുഴപ്പമില്ല, ചേച്ചി ഇത് ചെയ്തിട്ട് വലിയ ഗുണം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് എന്തായാലും സക്സസ് ആണ് കേട്ടോ. എനിക്കിത് ചെയ്ത് സക്സസ് ആയത് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രയോജനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ചേച്ചി എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ റിംഗ് ലൈറ്റൊക്കെ ഇട്ട് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ അതാ ഒന്നും ഇടാതെ നാച്ചുറലായിട്ട് വന്ന് വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ ലൈറ്റ് വെട്ടമൊക്കെ കാണുമ്പോൾ ഇനി പറയുമോ അതിൻ്റെ പവറിലൊക്കെയാണ് വെട്ടം കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ടേന്ന് പറയും. അങ്ങനെ ഒരിതും ഇല്ലാതെയാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ. ചേച്ചി പോട്ടെ, ടാറ്റാ.